പ്രവാസികളും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ, അതിന്റെ ആദ്യ ഫലസൂചനകളൊക്കെ പുറത്തു വരുന്ന സമയത്ത് LDFന്റെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ 2020 ലോക്കൽ ബോഡി ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം UDF നില മെച്ചപ്പെടുത്തുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ആദ്യ മണിക്കൂറിലെ അല്ലെങ്കിൽ ആദ്യ 2 മണിക്കൂറിലെ ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ NDAയുടെ കാര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാര്യമെന്ന് പറയുന്നത് 2020 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് 19ഓളം പഞ്ചായത്തുകൾ NDA കേരളത്തിൽ ഭരിക്കുന്നുണ്ട്. അതിനെ ശരിവെക്കുന്ന രീതിയിൽ, അതിനൊക്കെ നിലനിർത്തുന്ന രീതിയിൽ തന്നെയാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് ഫലം ആദ്യ ഫലസൂചനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും ഒക്കെ എല്ലാവരും ഉറ്റുനോക്കുന്ന പോർക്കളം തന്നെയാണ്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വാർഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തത്സമയം നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ആരൊക്കെ കേരളത്തിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മേധാവിത്വം പുലർത്തും? എത്രയൊക്കെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ എത്രണ്ണം LDF പിടിക്കും, എത്രണ്ണം UDF പിടിക്കും, NDAക്ക് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.